നമസ്കാരം. നമ്മുടെ ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട്? പലപ്പോഴും നമുക്ക് തോന്നാറുള്ള സംശയമാണിത്. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ ഒരു സമൂഹത്തെയാണ് രാഷ്ട്രം അല്ലെങ്കിൽ രാജ്യം എന്ന് വിളിക്കുന്നത്. ലോകത്ത് ഇന്നാകെ 195 രാജ്യങ്ങളുണ്ട്. അതിൽ 193 UN അംഗരാജ്യങ്ങളാണ്. അംഗമല്ലാത്ത വത്തിക്കാൻ, പാലസ്തീൻ എന്നിവ നിരീക്ഷക രാജ്യങ്ങളാണ്. എന്നാൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാത്ത രാജ്യങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. അത്തരത്തിലുള്ള രാജ്യത്തിന് ഒരു ഉദാഹരണമാണ് സ്ലോജമസ്ഥാൻ. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടാത്ത രാജ്യമാണെങ്കിലും ഇവിടെ സ്വയം അവരോധിക്കപ്പെട്ട ഒരു സുൽത്താനുണ്ട്. അമേരിക്കയിലെ സാൻഡിയാഗോ പട്ടണത്തിൽ നിന്നുള്ള DJ ആയ റാൻഡി വില്യംസ് ആണ് ഈ സ്വയം പ്രഖ്യാപിത സുൽത്താൻ. റാൻഡി സ്വന്തമായി ഉണ്ടാക്കിയ രാജ്യമാണ് സ്ലോജമസ്ഥാൻ. അമേരിക്കയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ സ്ലോമജസ്ഥാന്റെ പ്രതിനിധിയായി റാൻഡി വില്യംസ് എത്തുക പോലും ചെയ്തു. ആരും ക്ഷണിക്കാതെയുള്ള വരവായതിനാൽ അകത്തു കയറാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. നിരന്തരം യാത്ര ചെയ്യുന്ന റാൻഡി ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ഇനി എങ്ങോട്ടും പോകാനില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരുന്ന നാളുകളിലാണ് എങ്കിൽ പുതിയൊരു രാജ്യം നിർമ്മിച്ചേക്കാമെന്ന് തീരുമാനിക്കുന്നത്. കാലിഫോർണിയയിലെ മരുഭൂമിയിൽ 11 ഏക്കർ ഭൂമി വാങ്ങിയാണ് റാൻഡി പുതിയ രാജ്യം നിർമ്മിച്ചത്. സ്ലോജമസ്ഥാൻ എന്ന പേരും നൽകി. ഡബ്ലാൻഡിയയാണ് ഈ പുതിയ രാജ്യത്തിൻ്റെ തലസ്ഥാനം. സ്വന്തമായി പാസ്പോർട്ടും നാണയവും പതാകയും തൻ്റെ രാജ്യത്തിനായി റാൻഡി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5000 പൗരന്മാരും തൻ്റെ രാജ്യത്തിനുണ്ടെന്ന് റാൻഡി അവകാശപ്പെടുന്നു. ലോകത്ത് ഇതുപോലെ സ്വന്തമായി രാജ്യം സ്ഥാപിച്ച പലരുമുണ്ട്. മൈക്രോ നേഷനുകൾ എന്നാണ് ഇത്തരം രാജ്യങ്ങൾ അറിയപ്പെടുന്നത്. തമാശകളും പ്രതിഷേധവും കുസൃതിയും ഒക്കെ ഇഴകലർന്നു കിടക്കുന്നതാണ് മൈക്രോ നേഷനുകളുടെ ചരിത്രം. ഇക്കൂട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ മൈക്രോ നേഷനാണ് ഹട്ട് റിവർ രാജ്യം. ഓസ്ട്രേലിയയിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. 1970 ലിയോണാർഡ് കാസ്ലി എന്ന ആളാണ് പെർത്ത് നഗരത്തിന് 500 കിലോമീറ്റർ വടക്കായി ഹട്ട് റിവർ രാജ്യം സ്ഥാപിച്ചത്. കർഷകനായിരുന്നു കാസ്ലി. ആയിടയ്ക്ക് ഓസ്ട്രേലിയ ധാന്യ വിൽപ്പനയിൽ തീരുവ ഏർപ്പെടുത്തിയത് കാസ്ലിയെ ചൊടിപ്പിച്ചു. ഇതേ തുടർന്നാണ് 75 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തീർണം വരുന്ന സ്ഥലം പുതിയ രാജ്യമായി കാസ്ലി പ്രഖ്യാപിച്ചത്. കാസ്ലി രാജ്യത്തിൻ്റെ രാജകുമാരനായി സ്വയം അവരോധിച്ചു. ഭാര്യ ഷേർലിയെ രാജകുമാരിയുമാക്കി. അവിടെ തീർന്നില്ല കാര്യങ്ങൾ. ഒരു സ്വതന്ത്ര രാജ്യം പോലെ ഹട്ട് റിവർ രാജ്യം പ്രവർത്തിക്കാൻ ആരംഭിച്ചു. കാസ്ലിയുടെ കീഴിലുള്ള രാജകീയമായ സർക്കാർ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും വിസയും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. സ്വന്തം കറൻസിയും അടിച്ചിറക്കി. ഈ രാജ്യത്തിന് സ്വന്തമായി പതാകയുണ്ടായിരുന്നു. അമേരിക്കയിലും ഫ്രാൻസിലും ഉൾപ്പെടെ വിദേശകാര്യ ഓഫീസുകളും അവർ തുറന്നു. ഒരിക്കൽ ഓസ്ട്രേലിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനും ഹട്ട് റിവർ മടിച്ചില്ല. 1977 അത്. കരമടയ്ക്കാൻ നികുതി ഓഫീസ് കാസ്ലിയെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ യുദ്ധം പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ രാജ്യത്തിന് സൈന്യമൊന്നും ഇല്ലല്ലോ എന്ന് കാസ്ലി ഓർത്തത്. ഏതായാലും പിന്നീട് യുദ്ധങ്ങളൊന്നും നടന്നില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.